ഞാനൊരു മത്സ്യക്കച്ചവടക്കാരനാണ്. ഞങ്ങളുടെ ഭാഷയിൽ മോശം സാധനത്തിന് വളം എന്നാ പറയുന്നത്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഒരു വളമായി പോയി ഗബ്രി എന്ന് പറയുന്നവൻ വന്ന് അവിടെ കയറി പെമ്പിള്ളേരുടെ പുറകെ വെള്ളം ഒഴിപ്പിച്ചോണ്ട് നിൽക്കും. അപ്പോഴേ നല്ല ഇരുമ്പ് വടി എടുത്ത് അടിച്ചു ഓടിക്കണം. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. അതോടുകൂടിയാണ് ആ പെൺകുട്ടിയുടെ അത്രയും ഇത് കുറഞ്ഞു, അല്ലെങ്കിൽ അത്രയും കുറയില്ല. ഗബ്രി എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ പെൺകുട്ടീനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടതെന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി അനിയാ. എന്നാൽ ആ രക്തം ഞാൻ ഇന്ന് പുറത്ത് ഒഴുക്കും ചേട്ടാ. ഞാനിത് പ്രതീക്ഷിച്ചു. അതെന്ത്? പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടിയാ തിന്നുവോ അതോ കൊണ്ട കളയും? ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഫൈനലിൽ വന്നേനെ. അതിന്റെ ഒരു ഉദാഹരണം ഈ ഗബ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. കർത്താവ് തമ്പുരാന്റെ കീഴിൽ ഒരു പുല്ലന്റെ മോൻ വിചാരിച്ചാലും ഈ ഇട്ടിയ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാസ്മിൻ എനിക്കെന്തോ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തെങ്കിലും കാണാതെ അളിയൻ പറയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം അവളെ പല സ്ഥലങ്ങളിലും ഈ ജിൻഡോയിനെ അടിയുടെ പക്കത്ത് അടിച്ചു. എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുണ്ട്. എന്ത് ലക്ഷ്യം? നീ തന്നെ ലക്ഷ്യം. അവള് ശരിക്കും പറഞ്ഞ ഒരു മുഴിമണിഞ്ഞലിന്റെ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അവള്. അങ്ങനെ കേൾക്കുന്ന മോശമല്ലേ? അത് നീ അല്ലേ ഈ മംഗളത്തിൽ മനോരമയിലൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരൻ. ഞാനങ്ങനെ അയക്കാറില്ല. ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒന്നുകിൽ റണ്ണറപ്പ് അല്ലെങ്കിൽ വിന്നർ, അങ്ങനെയാണ് കണക്ക് കൂട്ടിയത്. എന്താണ് മേജർ സാറേ പോത്തൊരു ചളിയർച്ച ഭാവം? കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ഇതൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 രൂപന്റെ പാപ്പനും നമ്മളൊന്നും പറയുന്നില്ല. എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ആ ദുഷ്ടൻ ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു പൊളിക്കാൻ അറിയോ? ആ പാവം ഇരുന്ന് കരയുന്നത് കണ്ടോ? അങ്ങനെ പറ്റില്ല, ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ വിളിക്കുന്ന സംസാരമൊക്കെ ആയിരുന്നു. നീ വിഷമിക്കണ്ട. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. എല്ലാ പോച്ചത് അസത്തുകളും അന്ത പൊണ്ണുക്കും അന്ത പുറമ്പോക്ക് പയ്യനൊക്കെ എഴുതി വെച്ചാച്ചി. ഞാൻ ഇനി എതൊക്കെ വാഴണം? മതി, എനിക്ക് മതി, എനിക്ക് ജീവിതം മതിയായി. ചാരി തെങ്ങുന്നവൻ കൊണ്ടും പെണ്ണും പോയി.